ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു ഫ്രോഡാണ് പറയുന്നത്. ഫിലിപ്പ് ലെനാർഡിനെയും ജൊഹാനസ് സ്റ്റാർക്കിനെയും പോലുള്ള നോബൽ ജേതാക്കളായ ശാസ്ത്രജ്ഞന്മാരാണ്. ആപേക്ഷികതാ സിദ്ധാന്തത്തെ അവർ ജൂയിഷ് ഫ്രോഡ് എന്ന് വിളിച്ചു. ലെനാർഡിൻ്റെ പരീക്ഷണങ്ങളെ പിന്തുടർന്നാണ് ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം കണ്ടെത്തുന്നത്. തീവ്ര ജർമ്മൻ ദേശീയതയുടെ വക്താവായ ലെനാർഡ് യൂറോപ്യൻ ശാസ്ത്രം മുഴുവൻ ജർമ്മനിയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഇതിൻ്റെ വിശദീകരണമായിരുന്നു ഡ്യൂഷെ ഫിസിക് അഥവാ ആര്യൻ ഭൗതികമെന്ന ലെനാർഡിൻ്റെ കൃതി. ഹിറ്റ്ലറുടെ ശാസ്ത്രീയ ഉപദേഷ്ടാവും ആര്യൻ ഭൗതികത്തിൻ്റെ ചീഫുമായി തീർന്ന ലെനാർഡ് സ്റ്റാർക്കിൻ്റെ സഹായത്തോടെ ജർമ്മൻ യൂണിവേഴ്സിറ്റികൾ ജൂതമുക്തമാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. ന്യൂറംബർഗ് നിയമങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി. 1930കളിൽ ലോകത്തെങ്ങുമുള്ള സാധാരണ മനുഷ്യർ പോലും ഐൻസ്റ്റൈനെ കൊണ്ടാടുമ്പോൾ ജർമ്മനിയുടെ ഭൗതികശാസ്ത്ര കരിക്കുലത്തിൽ നിന്ന് ഐൻസ്റ്റൈൻ്റെ പേരും സിദ്ധാന്തങ്ങളും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു. നമസ്കാരം. പ്രിൻസിപ്പിയ സയൻസ് ചാനലിൻ്റെ അണുവിനുള്ളിലേക്ക് എന്ന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിറാക്കുലസ് ഇയർ അഥവാ അത്ഭുത വർഷം. ഭൗതികശാസ്ത്ര ചരിത്രത്തിൽ അങ്ങനെ 2 വർഷങ്ങളേ ഉള്ളൂ. 1666 കേംബ്രിഡ്ജിൽ പ്ലേഗ് ബാധിച്ചപ്പോൾ ഐസക് ന്യൂട്ടൺ വൂൾസ്ത്രോപ്പിലെ വീട്ടിലേക്ക് പോന്നു. അവിടെ ഇരുന്നാണ് കലനമെന്ന ഗണിത പദ്ധതിയും പ്രാപഞ്ചിക ഗുരുത്വാകർഷണ നിയമവും പ്രകാശത്തിൻ്റെ സ്പെക്ട്രവും കണ്ടെത്തുന്നത്. ന്യൂട്ടൺ അന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയും ഗവേഷകനുമായിരുന്നു. 1209 കേംബ്രിഡ്ജ് സ്ഥാപിതമാകുന്നത്. പഴക്കം കൊണ്ട് ലോകത്തിൽ 3ാം സ്ഥാനമാണ് കേംബ്രിഡ്ജിന്. 1905 അനാലന്ദ ഫിസിക് എന്ന പ്രസിദ്ധ ജർമ്മൻ ജേർണലിൽ ഐൻസ്റ്റൈൻ 5 പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഐൻസ്റ്റൈൻ അന്ന് സ്വിസ് പേറ്റന്റ് ഓഫീസിലെ ഏറ്റവും ജൂനിയർ കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. രഹസ്യമായി നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിരുന്നു ഐൻസ്റ്റൈൻ്റെ പ്രബന്ധങ്ങളെന്ന് പറയാം. ഔദ്യോഗിക കൃത്യങ്ങൾ കഴിഞ്ഞ് ലഭിക്കുന്ന സമയത്തായിരുന്നു ഗവേഷണം. മേലധികാരികളുടെയോ ഇടപാടുകാരുടെയോ ശ്രദ്ധയിൽപ്പെടാതെ വേണമായിരുന്നു അത് നിർവഹിക്കാൻ. ആരെങ്കിലും കയറി വരുമ്പോൾ അദ്ദേഹം ഗവേഷണം മൊത്തമായി ഡെസ്കിനുള്ളിൽ ഒളിപ്പിക്കുമായിരുന്നു. ആദ്യത്തെ 3 പ്രബന്ധങ്ങളാണ് ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. 1905 1915 ഏതാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല ഐൻസ്റ്റൈൻ ചെയ്തത്. മരണക്കിടക്കയിൽ വരെ അദ്ദേഹം അവ പുതുക്കിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ പുതിയ കണ്ടെത്തലുകളും നടത്തിയിരുന്നു. പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിലെ ഐൻസ്റ്റൈൻ്റെ മരണക്കിടക്കയിൽ പൂർത്തിയാകാത്ത ഒരു രാഷ്ട്രീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. നിറയെ തിരുത്തലുകളുള്ള ശാസ്ത്ര സമവാക്യങ്ങൾ എഴുതിയ കുറേ താളുകളും. ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങളൊന്നും തന്നെ ഈ ചാനലിൻ്റെ പിടിയിൽ നിൽക്കുന്നതല്ല എന്ന് ആവർത്തിക്കട്ടെ. പക്ഷേ അവയെ പരാമർശിക്കാതെ ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു മേഖലയുടെയും ചരിത്രം എഴുതാനാവില്ല. ആ സിദ്ധാന്തങ്ങളുടെ ചരിത്രമാണ് ഇവിടുത്തെ ഫോക്കസ്. ഓൺ എ ഹ്യൂറിസ്റ്റിക് വ്യൂ പോയിൻറ്റ് കൺസേണിങ് ദ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ലൈറ്റ്. ഇതായിരുന്നു ഐൻസ്റ്റൈൻ്റെ ആദ്യത്തെ പ്രബന്ധം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റായിരുന്നു വിഷയം. ഊർജം വിച്ഛിന്നമോ അവിച്ഛിന്നമോ, ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് എന്ന പ്രഹേളികയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതായിരുന്നു ഈ പ്രബന്ധം. ക്വാണ്ടം ഭൗതികത്തിന് തുടക്കം കുറിച്ചതും ഈ പ്രബന്ധമായിരുന്നു. 1894 മാക്സ് പ്ലാങ്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ തീവ്രതയും അതിൻ്റെ ആവൃത്തിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതായിരുന്നു അന്വേഷണ വിഷയം. 1900 ഡിസംബർ 14 പ്ലാങ്ക് ഈ വിഷയത്തിൽ തൻ്റെ പുതിയ കണ്ടെത്തൽ അവതരിപ്പിക്കുന്നത്. അതിൽ കേന്ദ്ര പ്രമേയം പ്ലാങ്ക് പോസ്റ്റുലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുത കാന്തിക ഊർജം ഒരു നിശ്ചിത അളവുള്ള മാത്രകളായാണ് ഉത്സർജിക്കപ്പെടുന്നത്. ഒരടിസ്ഥാന മാത്രയുടെ ഗുണിതങ്ങളായിരിക്കും ആകെ ഊർജം. ഓരോ മാത്രയുടെയും ഊർജം വികിരണത്തിൻ്റെ ആവൃത്തിയുമായി നേരനുപാതത്തിലായിരിക്കും. ഇവിടുത്തെ ആനുപാതിക സ്ഥിരാങ്കമാണ് എച്ച് അഥവാ പ്ലാങ്ക് സ്ഥിരാങ്കം. തൻ്റെ സിദ്ധാന്തം നിലവിലുള്ള നിയമങ്ങളിൽ ചില തിരുത്തുകൾ വരുത്തും എന്നേ മാക്സ് പ്ലാങ്ക് കരുതിയിരുന്നുള്ളൂ. പക്ഷേ അത് ക്ലാസിക്കൽ ഭൗതികത്തിൽ വലിയ പൊളിച്ചെഴുതലുകൾ തന്നെ നടത്തുമെന്ന് ഐൻസ്റ്റൈന് മനസ്സിലായി. പ്ലാങ്കിന് അത് അംഗീകരിക്കാനായില്ല. ഒടുവിൽ ക്വാണ്ടം തിയറി ഐൻസ്റ്റൈൻ്റെ പിടിയിലും നിന്നില്ല എന്നതാണ് രസകരം. പ്രകാശത്തെ ഒരു തരംഗമായി മാത്രമല്ല സൂക്ഷ്മ കണങ്ങളുടെ ഒരു പ്രവാഹമായി പരിഗണിക്കാം എന്നാണ് ഐൻസ്റ്റൈൻ്റെ പ്രബന്ധം സമർത്ഥിക്കുന്നത്. തരംഗ സിദ്ധാന്ത പ്രകാരം പ്രകാശം തുടർച്ചയായ ഒരു സ്പേഷ്യൽ ഫംഗ്ഷനാണ്.
പൂർണ്ണമായും ഒപ്റ്റിക്കലായ പ്രതിഭാസങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് അതിനു പകരം മറ്റൊരു സിദ്ധാന്തം ഉണ്ടാവില്ല. ക്വാണ്ടം പെർട്ടുർബേഷൻ തിയറിയിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇപ്പോഴും തരംഗരൂപത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇവിടെ സ്ഥലത്തിലെ നിരീക്ഷണങ്ങൾ സമയ ശരാശരികളാണെന്നതും നൈമിഷിക വിലകളല്ലെന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പോയിൻ്റ് സ്രോതസ്സിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശകിരണത്തിൻ്റെ ഊർജം വികസിക്കുന്ന ഒരു പ്രദേശത്ത് തുടർച്ചയായി വിതരണം ചെയ്യപ്പെടുകയല്ല സംഭവിക്കുന്നത്. അത് ഒരു നിശ്ചിത എണ്ണം ഊർജ ക്വാണ്ടകളുടെ സമാഹാരമാണ്. ഓരോന്നും സ്ഥലത്തിലെ വ്യതിരിക്ത ബിന്ദുക്കളിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. അവ കൂട്ടമായി ചലിക്കുന്നു, പക്ഷേ ഓരോന്നും ഏകകങ്ങളായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവശോഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 15 പേജുള്ള ഐൻസ്റ്റീൻ്റെ പ്രബന്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള പ്രസ്താവനകളാണ് മുകളിലെ സ്ലൈഡുകളിൽ. ഒരു വസ്തുവിലേക്ക് വൈദ്യുത കാന്തിക തരംഗങ്ങൾ പതിക്കുമ്പോൾ അതിലെ ഇലക്ട്രോണുകൾ തരംഗത്തിൻ്റെ ഊർജം ആഗിരണം ചെയ്യും. ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജം ലഭിച്ചു കഴിയുമ്പോൾ അവ വസ്തുവിൽ നിന്ന് ഉത്സർജിക്കപ്പെടും. ഇതായിരുന്നു ക്ലാസിക്കൽ വൈദ്യുത കാന്തിക സിദ്ധാന്തത്തിൻ്റെ നിഗമനം. ഇതനുസരിച്ച് തരംഗത്തിൽ നിന്ന് ഊർജം തുടർച്ചയായി ഇലക്ട്രോണുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പുറത്തു വരുന്ന ഇലക്ട്രോണുകളുടെ ഊർജം വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ ഊർജത്തിന് ആനുപാതികമായിരിക്കും. അത് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടാൻ കൂടുതൽ സമയമെടുക്കും എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ പരീക്ഷണ ഫലങ്ങൾ മറിച്ചായിരുന്നു. പ്രകാശ തീവ്രതയോ പതന സമയമോ എത്രയായിരുന്നാലും ഒരു നിശ്ചിത ആവൃത്തിയിലുള്ള വൈദ്യുത കാന്തിക തരംഗത്തിന് മാത്രമേ ഇലക്ട്രോണുകളെ വേർപെടുത്താൻ കഴിയൂ എന്നാണ് അവ കാണിച്ചത്. ഉയർന്ന തീവ്രതയും കുറഞ്ഞ ഫ്രീക്വൻസിയുമുള്ള ഒരു തരംഗത്തിന് ഫോട്ടോ ഇലക്ട്രോണുകളെ സൃഷ്ടിക്കാനുള്ള ഊർജം ബിൽഡപ്പ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ നിന്നാണ് സ്പേസിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശരശ്മി ഒരു തരംഗമല്ലെന്നും അത് വ്യതിരിക്തമായ കണങ്ങളുടെ ഒരു കൂട്ടമാണെന്നും ഐൻസ്റ്റീൻ സിദ്ധാന്തിച്ചത്. ഫോട്ടോൺ എന്ന സംജ്ഞ 1926 ഉണ്ടാകുന്നത്. അമേരിക്കൻ രസതന്ത്രജ്ഞനായ ഗിൽബർട്ട് എൻ ലെവിസാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഇലക്ട്രോണുകളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളെക്കുറിച്ച് മുൻപുള്ള എപ്പിസോഡുകളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഹീഡൻബർഗിൽ റോബർട്ട് ബുൺസൻ്റെയും ബെർലിനിൽ ഹെംഹോൾസിൻ്റെയും വിദ്യാർത്ഥിയായിരുന്നു ഫിലിപ്പ് ലെനാർഡ്. 1886 അദ്ദേഹത്തിന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. കാഥോഡ് കിരണങ്ങളുടെ പഠനമായിരുന്നു ലെനാർഡിൻ്റെ പ്രധാന ഗവേഷണ മേഖല. കാഥോഡ് ട്യൂബുകളിൽ ലെനാർഡ് പല പരിഷ്കരണങ്ങളും വരുത്തി. ഇവ ലെനാർഡ് ട്യൂബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവ ഉപയോഗിച്ചാണ് റോൺജൻ, തോംസൺ തുടങ്ങിയ പ്രമുഖർ ഗവേഷണം നടത്തിയത്. കാഥോഡ് കിരണങ്ങൾ ഏതോ വൈദ്യുത കാന്തിക വികിരണങ്ങളാണെന്നായിരുന്നു അന്നത്തെ പൊതുവായ ധാരണ. പക്ഷെ കടന്നു പോകുന്ന മീഡിയത്തിൻ്റെ സാന്ദ്രതയ്ക്കനുസരിച്ചാണ് അവ ആഗിരണം ചെയ്യപ്പെടുന്നതെന്ന് ലെനാർഡ് കണ്ടെത്തി. ഇതാണ് അവ കണങ്ങളാണെന്ന ആശയത്തിലേക്ക് ഐൻസ്റ്റൈൻ നയിച്ചത്. ലെനാർഡ് അവയെ ക്വാണ്ട എന്നാണ് വിളിച്ചത്. തോംസൺ അവയെ കോർപ്പസൽസ് എന്നും. പിന്നീടാണ് ഇലക്ട്രോൺ എന്ന പേര് സ്വീകരിക്കപ്പെട്ടത്. തൻ്റെ പഠനങ്ങളിൽ നിന്ന് ആറ്റത്തിനുള്ളിൽ ശൂന്യ സ്ഥലമുണ്ടെന്നും ആറ്റം വൈദ്യുതപരമായി ന്യൂട്രലാണെന്നും ലെനാർഡ് മനസ്സിലാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ ലെനാർഡ് ഒരു ആറ്റം മാതൃകയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഐൻസ്റ്റൈനാണ് ലെനാർഡിൻ്റെ ഈ കണ്ടെത്തലുകൾ വിശദീകരിച്ചത്. ക്വാണ്ടം ഇഫക്റ്റ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. കാഥോഡ് കിരണങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ലെനാർഡിന് 1905 ഭൗതികത്തിനുള്ള നോബൽ സമ്മാനം നൽകിയത്. 1921 ഐൻസ്റ്റൈന് നോബൽ സമ്മാനം നൽകിയത് ഫോട്ടോ ഇലക്ട്രിക് ക്വാണ്ടം തിയറിക്ക് നൽകിയ സംഭാവനകളുടെ പേരിലായിരുന്നു. ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ക്വാണ്ടം തിയറി ലെനാർഡിന് സ്വീകാര്യമായിരുന്നു. പക്ഷേ ആപേക്ഷികതയെ ലെനാർഡ് പൂർണ്ണമായും തിരസ്കരിച്ചു. ഭൗതികശാസ്ത്ര ലോകത്തു നിന്നും ഐൻസ്റ്റൈന് വലിയ രീതിയിൽ എതിർപ്പുകളുണ്ടായിരുന്നു. ശാസ്ത്ര സിദ്ധാന്തമായാലും സാമൂഹ്യ സിദ്ധാന്തമായാലും നിലവിലെ ധാരണകളെ ചോദ്യം ചെയ്യുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണല്ലോ. ധാരാളം പേരുടെ ഒരുപാട് കാലത്തെ വിശ്വാസങ്ങളും ഗവേഷണങ്ങളും നിഷ്ഫലമാകുമെന്നത് തന്നെയാണ് പ്രധാന കാരണം. പക്ഷേ ലെനാർഡിൻ്റെ പ്രതിഷേധം അവിടം കൊണ്ട് അവസാനിച്ചില്ല. തീവ്ര ജർമ്മൻ ദേശീയത വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പ് ലെനാർഡ്. ഇംഗ്ലീഷ് ഭൗതികശാസ്ത്രത്തിനോട് ശക്തമായ വിരോധമുണ്ടായിരുന്നു ലെനാർഡിന്. അവരുടെ ആശയങ്ങൾ മുഴുവൻ ജർമ്മനിയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഫിലിപ്പ് ലെനാർഡാണ് ഡ്യൂഷെ ഫിസിക് അഥവാ ആരിഷെ ഫിസിക് അഥവാ ആര്യൻ ഫിസിക്സ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. ജർമ്മനി അതിൽ ഉറച്ചു നിൽക്കണമെന്നും ഇംഗ്ലീഷ് ഫിസിക്സും ജൂയിഷ് ഫിസിക്സും തിരസ്കരിക്കണമെന്നും ലെനാർഡ് പ്രചരിപ്പിച്ചു.
ഐൻസ്റ്റൈൻ വെറും ഫ്രോഡാണെന്ന് ലെനാർഡ് പ്രഖ്യാപിച്ചു. ആപേക്ഷികത സിദ്ധാന്തത്തെ ജൂയിഷ് ഫ്രോഡ് എന്നും. ഐൻസ്റ്റൈനെതിരെ വ്യാപകമായ എതിർപ്പ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ലെനാർഡ് മുൻകൈയെടുക്കുകയും ചെയ്തു. 1919 നോബൽ സമ്മാനം ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജൊഹാനസ് സ്റ്റാർക്കിനായിരുന്നു. കാനൽ റേസ് അഥവാ ആനോഡ് കിരണങ്ങളിലെ ഡോപ്ലർ പ്രഭാവം കണ്ടെത്തിയതിനും വൈദ്യുത മണ്ഡലത്തിൽ സ്പെക്ട്രൽ ലൈനുകൾ പിളരുന്നതിനെ സംബന്ധിച്ചുമുള്ള ഗവേഷണത്തിനായിരുന്നു സമ്മാനം. ജൊഹാനസ് സ്റ്റാർക്കിനെ പോലുള്ള നോബൽ സമ്മാന ജേതാക്കളും ജൂത ഭൗതികത്തിനെതിരെയുള്ള ക്യാമ്പയിനിൽ ലെനാർഡിനൊപ്പം അണിചേർന്നു. സ്റ്റാർക്കായിരുന്നു ലെനാർഡിൻ്റെ മുഖ്യ സഹായി. ഡ്യൂഷെ ഫിസിക്കിൻ്റെ അനുയായികൾ എഡിങ്ടൻ്റെ നിരീക്ഷണങ്ങളെ സ്വീകരിച്ചില്ല. ബുധൻ്റെ പരിക്രമണപഥത്തിൽ കണ്ടെത്തിയ വ്യതിയാനങ്ങൾക്കും മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിലെ നെഗറ്റീവ് റിസൾട്ടിനും വേറെ വിശദീകരണങ്ങൾ കണ്ടെത്താൻ അവർ ശ്രമിച്ചു. ഫ്ലാറ്റ് എർത്ത് തിയറിക്ക് ഈ കാലത്തും വിശദീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ലെനാർഡ് ഹിറ്റ്ലറുടെ ശാസ്ത്ര ഉപദേശകനും ആര്യൻ ഭൗതികത്തിൻ്റെ ചീഫും ആയി മാറി. ലെനാർഡും സ്റ്റാർക്കും ചേർന്നാണ് ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ ആര്യൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ മാത്രം നിയമിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിനോടൊപ്പം ന്യൂറംബർഗ് നിയമങ്ങൾ കൂടി പ്രാബല്യത്തിൽ വന്നതോടെ ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ ജൂതർ ആരും ഇല്ലാതായി. ലെനാർഡിൻ്റെ കണ്ടെത്തൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നില്ല, അളവുകൾ കൃത്യമായിരുന്നുമില്ല. എങ്കിലും അത് ഐൻസ്റ്റൈനെ ഏറെ ആകർഷിച്ചിരുന്നു. പ്രകാശത്തെക്കുറിച്ചുള്ള ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം തെറ്റാണെന്ന് ഉറച്ചു വിശ്വസിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് മില്ലിക്കൺ. അത് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 10 വർഷം നീണ്ട ഗവേഷണത്തിലേർപ്പെട്ടു. അതിൻ്റെ പരിണതിയായി അദ്ദേഹം പ്ലാങ്ക് സ്ഥിരാങ്കത്തിൻ്റെ വില നിശ്ചയിക്കുകയും ഇലക്ട്രോണിൻ്റെ ഊർജ്ജവും പ്രകാശത്തിൻ്റെ ആവൃത്തിയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്തു. 1923 മില്ലിക്കന് നോബൽ സമ്മാനം ലഭിച്ചു. മില്ലിക്കൻ നടത്തിയ സുദീർഘമായ ഗവേഷണത്തെക്കുറിച്ചും മില്ലിക്കനെക്കുറിച്ചും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ മില്ലിക്കൻ പ്രകാശത്തിൻ്റെ കണസ്വഭാവം അംഗീകരിച്ചില്ല. ഐൻസ്റ്റൈൻ്റെ സമവാക്യം പ്രത്യക്ഷമായി ശരിയായിരിക്കാം, പക്ഷേ അതിന് അടിസ്ഥാനമായ ഭൗതിക വ്യാഖ്യാനം ന്യായീകരിക്കാനാവില്ല. ഐൻസ്റ്റൈൻ പോലും അതിപ്പോൾ അംഗീകരിക്കുന്നുമില്ല എന്നാണ് മില്ലിക്കൻ പറഞ്ഞത്. കാര്യകാരണബദ്ധമല്ലാത്തതും അനിശ്ചിതത്വം നിറഞ്ഞതുമായ ഒരു പ്രപഞ്ചമായിരുന്നു ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിൻ്റെ അനന്തരഫലം. അത് ഐൻസ്റ്റൈനെ തന്നെ എല്ലാ കാലത്തും വേട്ടയാടുകയും ചെയ്തു. എ ന്യൂ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ ഡയമെൻഷൻസ് ഐൻസ്റ്റൈൻ്റെ ഡോക്ടറൽ തീസീസാണ് ഇത്. സുഹൃത്തായ മാർസൽ ഗ്രോസ്മാനാണ് അത് സമർപ്പിച്ചിട്ടുള്ളത്. 1906 ജനുവരിയിലാണ് ഐൻസ്റ്റൈന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഒഴിവാക്കിയിട്ട് ക്ലാസിക്കൽ ഹൈഡ്രോഡൈനാമിക്സാണ് ഉപയോഗിച്ചിരുന്നത്. പ്രബന്ധം വിലയിരുത്തുന്നവർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് മനസ്സിലാവാനുള്ള സാധ്യത കുറവാണെന്ന് ഗൈഡ് കരുതിയിരിക്കാം. പദാർത്ഥത്തിൻ്റെ പ്രത്യക്ഷമായ പ്രതിഭാസങ്ങളിൽ നിന്ന് ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും സ്വഭാവങ്ങളിൽ എത്തിച്ചേരാമെന്നാണ് പ്രബന്ധത്തിൽ വിശദീകരിക്കുന്നത്. പ്രബന്ധത്തിൽ അവഗാഡ്രോ സംഖ്യയുടെ ഒരു നിർണയവും നടത്തുന്നുണ്ട്. അത് പക്ഷേ 30% ശരിയായുള്ളൂ. 2.1 × 10⁻23 ആയിരുന്നു കിട്ടിയ വില. സൂറിച്ച് യൂണിവേഴ്സിറ്റി പ്രബന്ധം സ്വീകരിച്ചു. പക്ഷേ അനാലൻ്റെ ഫിസിക് ഈ വില പ്രസിദ്ധീകരിച്ചില്ല. എഡിറ്റർ പോൾ ഡ്രൂസിന് കുറേ കൂടി കൃത്യമായി അവഗാഡ്രോ നമ്പർ കണക്കാക്കിയതിൻ്റെ വിശദാംശങ്ങൾ അറിയാമായിരുന്നു. പദാർത്ഥശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ അളവുകളിലൊന്നാണ് മോൾ എന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വസ്തുവിലുള്ള പദാർത്ഥത്തിൻ്റെ അളവാണ് അത്. ഇവിടെ പദാർത്ഥം ഒരു നിശ്ചിത ഘടനയിലുള്ളത് തന്നെ ആയിരിക്കണം എന്ന് മാത്രം. അതായത് അവ ആറ്റങ്ങളോ തന്മാത്രകളോ അയോണുകളോ പാർട്ടിക്കിളുകളോ എന്ത് വേണമെങ്കിലും ആകാം. ഇവിടെ മോൾ എന്നത് നിശ്ചിത പദാർത്ഥത്തിൻ്റെ തന്മാത്രീയ ഭാരം ഗ്രാം കണക്കിൽ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന മാത്രകളുടെ എണ്ണം 6.02 × 10⁻23 ആയിരിക്കും. പദാർത്ഥശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണിത്. ഭൗതികത്തിലെ ചലന നിയമങ്ങളുടെ അത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് രസതന്ത്രത്തിൽ അവഗാഡ്രോ നിയമവും. ഐൻസ്റ്റൈൻ്റെ ആവശ്യമനുസരിച്ച് സൂറിച്ചിലുള്ള ഒരു സഹായി അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പുനഃപരിശോധിച്ചു. അവഗാഡ്രോ സംഖ്യയുടെ വില 6.56 × 10⁻23 ആയി പുനർനിർണയിക്കുകയും ചെയ്തു. വിസ്കോസിറ്റി, ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നീ പ്രതിഭാസങ്ങളുടെ വിശകലനവും ടൈലേഴ്സ് തിയറം, കൈനറ്റിക് തിയറി, ചലന നിയമങ്ങൾ തുടങ്ങിയവയും ഉപയോഗിച്ചാണ് ഐൻസ്റ്റൈൻ തൻ്റെ നിഗമനങ്ങളിലെത്തുന്നത്. പിന്നെ ശക്തമായ ഗണിതവും വിവരണാതീതമായ ധിഷണാശക്തിയും. പ്രകൃതിയുടെ വ്യവഹാരങ്ങളെ ഗണിതീയമായി വിശദീകരിക്കുകയല്ല,
പ്രകൃതിയെ ഗണിതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കുകയാണ് ഐൻസ്റ്റീൻ ചെയ്യുന്നത്. തെറ്റുപറ്റുകയാണെങ്കിൽ അത് ഗണിതത്തിനായിരിക്കണമെന്ന അപാരമായ ആത്മവിശ്വാസം ഈ അഭൂതപൂർവമായ ശേഷിയുടെ ഫലമാണ്. എഡിങ്ടണ് കണ്ടെത്താൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും പ്രകാശം വളയുമെന്ന് ഐൻസ്റ്റീൻ ഉറപ്പായിരുന്നു. ഇനി വളയുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കുഴപ്പമാണ്. എഡിങ്ടൺ പരീക്ഷണം പരാജയപ്പെട്ടിരുന്നെങ്കിലോ എന്ന് ചോദിച്ച വിദ്യാർത്ഥിയോട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഐൻസ്റ്റീൻ്റെ ഡോക്ടറൽ തീസിസിൽ ആകെയുള്ള 2 റെഫറൻസുകളാണ് മുകളിലെ സ്ലൈഡിൽ, അതും ഒരു പേജിൽ ഫുട് നോട്ടായി. അതിൽ രണ്ടാമത്തേത് ഐൻസ്റ്റീൻ്റെ തന്നെ ഒരു ലേഖനമാണ്. n = 3.3 × 10⁻23 എന്ന അവഗാഡ്രോ നമ്പറിൽ എത്തിച്ചേരുന്നതോടെ പ്രബന്ധം അവസാനിക്കുന്നു. 1906 ജനുവരിയിൽ പ്രബന്ധത്തിന് സപ്ലിമെൻ്റായി n = 6.6 × 10⁻23 എന്ന വില ചേർത്തിട്ടുമുണ്ട്. ബ്രൗണിയൻ മോഷനായിരുന്നു മൂന്നാമത്തെ പ്രബന്ധത്തിൻ്റെ വിഷയം. ആറ്റം സിദ്ധാന്തത്തിന് അനിഷേധ്യമായ തെളിവായി ഈ പ്രബന്ധം. സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് ബ്രൗൺ ആണ് ജലത്തിൽ നിമഗ്നമായ പൂമ്പൊടിയുടെ ചലനം നിരീക്ഷിച്ചതും ബ്രൗണിയൻ ചലനം എന്ന ആശയം മുന്നോട്ട് വച്ചതും. ആ ചലനത്തിന് കാരണം ബാഹ്യമായ ബലങ്ങളല്ലെന്നും ജലത്തിൻ്റെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചലനവേഗത വർദ്ധിക്കുമെന്നും ഐൻസ്റ്റൈൻ നിരീക്ഷിച്ചു. സമയത്തിൻ്റെ സ്ക്വയർ റൂട്ടിന് ആനുപാതികമായി കണികകൾക്ക് നിശ്ചിത ദിശയിൽ സംഭവിക്കുന്ന ശരാശരി സ്ഥാനാന്തരം വർദ്ധിക്കുന്നതായി ഐൻസ്റ്റൈൻ സമർത്ഥിച്ചു. കണികകളുടെ ചലനം തിട്ടപ്പെടുത്തിക്കൊണ്ട് നിശ്ചിത വ്യാപ്തം ജലത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം നിർണ്ണയിക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്കലായി ഒരു മാർഗവും ഐൻസ്റ്റൈൻ നിർദ്ദേശിച്ചു. 17 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള വെള്ളത്തിൽ ബ്രൗണിയൻ ചലനത്തിലുള്ളതും 1 മില്ലിമീറ്ററിൻ്റെ 1000-ലൊരംശം വലിപ്പമുള്ളതുമായ ഒരു പദാർത്ഥ കണികയ്ക്ക് 1 മിനിറ്റിൽ ശരാശരി 6 മൈക്രോൺ സ്ഥാനാന്തരം സംഭവിക്കുമെന്ന് ഐൻസ്റ്റൈൻ കണക്കാക്കി. ഗണിതത്തിൻ്റെ അപാരമായ ശേഷിയുടെ തെളിവ് കൂടിയായിരുന്നു പ്രബന്ധം. കണക്ക് കൂട്ടലുകളോടൊപ്പം ഇടപെട്ട മേഖലകളിലെല്ലാം അദ്ദേഹം പ്രവചനങ്ങളും നടത്തിയിരുന്നു. അവയെല്ലാം തന്നെ പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഈ ചലനം നിരീക്ഷിക്കാനായാൽ ക്ലാസിക്കൽ താപഗതികത്തിൻ്റെ പ്രാബല്യത്തിന് ഇടിവ് സംഭവിച്ചേക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ഗവേഷകന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന പ്രശ്നത്തിന് വൈകാതെ പരിഹാരം കണ്ടെത്താനാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു പ്രത്യാശയിലാണ് ഐൻസ്റ്റൈൻ തൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുന്നത്. ഐൻസ്റ്റൈന് 1 നോബൽ സമ്മാനമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെളിയിച്ച പലർക്കും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ജീൻ പെറിൻ ബ്രൗണിയൻ ചലനം വിശകലനം ചെയ്യുകയും അവഗാഡ്രോ നമ്പർ കണക്കാക്കുകയും ചെയ്തു. ഇതിനാണ് 1926 പെറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇതേക്കുറിച്ച് വിശദമായി ഈ പരമ്പരയുടെ 4ാമത്തെ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉപരിയായി ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും അസ്തിത്വം സ്ഥിരീകരിക്കുന്നതിന് ഐൻസ്റ്റൈൻ്റെ അന്വേഷണങ്ങൾ കാരണമായി എന്നാണ് മാക്സ് ബോൺ അഭിപ്രായപ്പെട്ടത്. അണുവിനുള്ളിലേക്ക് എന്ന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനാസ് മിറാബിലിസിൻ്റെ മറ്റ് 2 പ്രബന്ധങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.